ഇന്ന് 7:30 നടക്കാൻ പോകുന്ന മത്സരം RCB വേഴ്സസ് GT ആണ്. ഇന്നത്തെ മത്സരം ജയിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം GT ആയിരിക്കും. കാരണം RCBക്കാർക്ക് കുറെ എല്ല് കൂടുതലാണ്, അഹങ്കാരം കൂടി കിടക്കാം. അവരിന്ന് 8 നില പൊട്ടും. 8 നില പൊട്ടിയാലും പൊട്ടും, ഉറപ്പാ. ഒരു പഞ്ചാബ് ഫാന്റെ രോദനമാണ്. എന്ത് 6 തോപ്പിച്ചപ്പോ RCBക്കുള്ള ഇരയില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും DC-യോട് തോറ്റില്ല, ഞങ്ങൾ ആ DC-യിൽ ജയിച്ചതാ. മനസ്സിലായോ? നിങ്ങൾ ഒരു കളി RRോട് ഓക്കെ, 8 കളിന്ന് ഒരു കളി, നിങ്ങൾ 2 കളി തോറ്റു. മനസ്സിലായോ RCB ഫാൻസായി? ഇനി RCB ഫാൻസിനോട് ചെലച്ചുകൊണ്ട് ഇവിടെ വരണ്ട കേട്ടോ. എന്താണ് RCB ഫാൻസായി നിങ്ങൾ കരുതിയത്? കേട്ടോ, ജയിക്കൂന്നോ? നടക്കില്ല. ഇന്നത്തെ കളി GT ജയിക്കും. മോളിൽ കൊടുത്തിരിക്കുന്ന കേട്ടോ, വിരാട് കോഹ്ലി ക്യാപ്റ്റൻ. ആ ഒരു റോളൊന്നും ഇല്ല, ചുമ്മാ പറയാത്തോണ്ടു. കോഹ്ലി, കിങ് കോഹ്ലി ഏടെ ഇന്നില്ല, ഇന്നൊന്നും ഉണ്ടാവില്ല. നോക്കിക്കോ. പിന്നെ പഠിക്കല് കല മുടക്കും ഇന്ന്. പിന്നെ കരുത്തൻ പാണ്ഡ്യ, അവൻ ഫാസ്റ്റ് ബോളർ ആണോ സ്പിന്നർ ആണോ എന്ന് ആദ്യം തീരുമാനിക്കും കേട്ടോ. പിന്നെ ഭുവനേശ്വർ ഇന്ന് നോക്കിക്കോന്ന് ഏറിലായിരിക്കും, ഏറില് അടിയുണ്ട്. പിന്നെ ആവേശമൊക്കെ ഉണ്ടാവും, പോട്ടെ. നോക്കിയോ, ഇന്ന് ഗുജറാത്ത് എങ്ങനെയെന്നൊന്നും അറിയില്ല. ഇന്ന് ഗുജറാത്ത് ജയിച്ചിരിക്കും, RCB തോറ്റിരിക്കും. ആദ്യത്തെ 6 ഓവറിൽ RCB ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 65 2 വിക്കറ്റ്. 20 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ RCB എടുക്കാൻ പോകുന്നത് 190-നും 200-നും ഇടയ്ക്കുള്ള ഒരു സ്കോർ, 180-നും 200-നും ഇടയ്ക്കുള്ള ഒരു സ്കോർ. ഇതേ GT ആണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പവർ പ്ലേയില് 50-55 ബിറ്റ്വീൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. അവരും ഒരു 180-200 എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോ ഇവിടെ വിജയ സാധ്യത RCBക്ക് കൊടുത്താനെ, ജെമിനി അണ്ണനും ChatGPT ഒക്കെ. പിന്നെ നമ്മൾ മാറ്റാൻ നിന്നില്ല. അവര് തന്നൊരു സന്തോഷം, അവരിങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ. പക്ഷെ വിജയിക്കാൻ സാധ്യത RCB ആണെങ്കിലും ജയിക്കുന്നത് GT ആയിരിക്കും. ഓക്കെ, അപ്പോ കളി കഴിഞ്ഞിട്ട് വരാം. RCB ഫാൻസ് ഇവിടെയൊക്കെ തന്നെ കാണൂ. അല്ലേ സുലാൻ?